പിണറായി വിജയനെ ഇനി രാഷ്ട്രീയത്തിൽ കാണാൻ പാടില്ല. അതിന്നൊരു ദിവസം കൊണ്ടല്ല, ക്രമേണ ഒരു വർഷത്തിനുള്ളിലെങ്കിലും നടക്കണം. ഇത് പറഞ്ഞിരിക്കുന്നത് UDFകാരോ BJPക്കാരോ അല്ല. തീരുമാനിച്ചുറപ്പിച്ചത് CPMൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പ്രബല വിഭാഗമാണ്. അതിനായി എതിർചേരിയിൽ നായകത്വം വഹിക്കുന്നത് EP ജയരാജൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. PK ശ്രീമതിയും KK ശൈലജയും AN ഷംസീറും അടങ്ങുന്ന കണ്ണൂരിലെ പ്രമുഖ നായകന്മാർ ശക്തമായി കൂടെയുണ്ട്. അതുകൂടാതെ കോഴിക്കോട്ടെ മുതിർന്ന നേതാക്കളും അതുപോലെ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മറ്റു പ്രമുഖ നേതാക്കളും ഇതിന് തയ്യാറായി കഴിഞ്ഞു. ദിവസം തോറും പിണറായി വിരുദ്ധരുടെ ശക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെല്ലാ വെള്ളവും വളവും നൽകുന്നത് സാക്ഷാൽ CPM ദേശീയ സെക്രട്ടറി MA ബേബി തന്നെയാണ്. പാർട്ടിയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുക എന്നതിനപ്പുറം അഴിമതിയിലും തോന്നിയാസത്തിലും അതിനപ്പുറം കുടുംബവാഴ്ചയിലും അഭിരമിക്കുന്ന പിണറായി ഗോവിന്ദൻ ടീമിനെ തീർത്തുമില്ലാതാക്കുക എന്നുള്ളൊരു നല്ല ഉദ്ദേശത്തിലാണ് ഇപ്പോഴത്തെ ഈ നീക്കം. വിരുദ്ധ നീക്കത്തിൻ്റെ തെളിവുകൾ നമ്മൾ ഒരുപാട് ഇതിനു മുമ്പും കണ്ടു. അത് തൽക്കാലം ശക്തമായി തന്നെ തുടരുമെന്നതിൻ്റെ സൂചന കൂടിയാണ് ഇന്നലെയും അവർ നൽകിയത്. അതായത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും ഇല്ലാതാക്കുന്ന 2 നടപടികളുടെ സൂചനയാണ് ഇന്നലെ പാർട്ടിയിൽ നിന്നു തന്നെ വന്നിരിക്കുന്നത്. അതിലൊന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും മറ്റൊന്ന് ശബരിമല കൊള്ളയിലെ അറസ്റ്റുമാണ്. അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം CPMൻ്റെ ഉന്നത നേതൃത്വമായ കേരളത്തിലെ പിണറായി ഗോവിന്ദൻ സഖ്യം ഏറ്റെടുക്കണമെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം ഉള്ള റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയും അതേപടി അംഗീകരിച്ചിരിക്കുന്നു. അല്ലാതെ പ്രാദേശിക നേതൃത്വങ്ങളുടെ മേൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം കെട്ടിയേൽപ്പിച്ച് ആരും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അതിനാരും ശ്രമിക്കേണ്ട എന്നുമുള്ള മുന്നറിയിപ്പാണ് ഈ റിപ്പോർട്ടിലുള്ളത്. കേരളത്തിലെ CPMൻ്റെ ഇത്രയും ദയനീയമായ തോൽവിക്ക് കാരണം പിണറായി വിജയനും കാര്യസ്ഥൻ ഗോവിന്ദനുമാണ് എന്ന് സമ്മതിക്കുകയാണ് പാർട്ടി. ഇനി അതിൻ്റെ തിരുത്തലുകൾ ആവശ്യപ്പെടുന്നതാണ് അടുത്ത പണി. ആ തിരുത്തൽ എന്ന് പറഞ്ഞാൽ ആ നേതൃത്വത്തെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഗോവിന്ദൻ്റെ സെക്രട്ടറി സ്ഥാനമാണ് ആദ്യം തെറിക്കാൻ പോകുന്നത്. മെല്ലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായിക്കും നഷ്ടപ്പെടും. അതല്ലാതെ മറ്റ് തിരുത്തലുകൾ പൂർണ്ണമാകില്ല. അവരെ മാറ്റിയില്ല എങ്കിൽ പാർട്ടി തകരുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇപ്പോൾ പിണറായി വിരുദ്ധരുടെ നീക്കം. അതുപോലെ തന്നെയാണ് ശബരിമലയിൽ CPM നേതാക്കൾ ഇപ്പോഴും അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്ന കാര്യം. പിണറായി വിജയൻ നിയമിച്ച 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും സ്വർണം മോഷണം നടത്തിയ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. മന്ത്രിയെ ചോദ്യം ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതെല്ലാം പിണറായിയുടെ ആൾക്കാരാണ്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പിണറായി വിജയനുള്ള ബന്ധം ഇതൊക്കെ വീണ്ടും ചർച്ചയാക്കുകയാണ്. അല്ലെങ്കിൽ പിണറായിയോ വിരുദ്ധരോ ഇത് ചർച്ചയാക്കി മാറ്റുകയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തോൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും പ്രതികളെ രക്ഷിക്കുന്ന പിണറായി വിജയൻ്റെ നിലപാടുമായിരുന്നു. അതിൽ മറ്റുള്ള CPM നേതാക്കൾ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ശബരിമലയിൽ മോഷണം നടത്തിയത് പിണറായിയുടെ വിശ്വസ്തനാണ് എന്നുള്ളതാണ്. അത് താൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇത്രയും അടുത്ത ആളുകളെല്ലാം മോഷണം നടത്തുന്നത് പിണറായി വിജയനും അറിഞ്ഞു കാണുമെന്നും അത് ഏറ്റവും വലിയ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്ന് കണ്ടെത്താൻ കാത്തു നിൽക്കുകയാണ് ജയരാജൻ്റെ വിഭാഗം. അത് അദ്ദേഹം ഇന്നലെ സൂചന നൽകുകയും ചെയ്തു. അങ്ങനെ പിണറായി വിജയൻ പൂർണ്ണമായും പ്രതിയായി മാറുമ്പോൾ താനേ പദവികളെല്ലാം രാജിവെക്കുമെന്ന് ഉറപ്പിച്ച വിരുദ്ധ വിഭാഗം അതിന് വേഗത കൂട്ടാൻ ചില നീക്കങ്ങൾ നടത്തുകയാണ്. അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം എതിരായി മാറിയിരിക്കുന്നു. CPM പ്രവർത്തകരും വലിയ തോതിൽ പിണറായിക്കെതിരായി മാറി. ജനങ്ങളും എതിരാകുന്ന ഒരു വിഷയം വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ക്ഷമയോടും തന്ത്രപൂർവമായ നീക്കങ്ങളിലൂടെയും കാത്തിരിക്കുകയാണ് പിണറായി വിരുദ്ധ വിഭാഗം.